നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെ വരുമാനമുണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഒരു ലേഖനം കിട്ടിയിട്ടുണ്ട്, അതിലൊരു 7 വഴികൾ പറയുന്നുണ്ട്. നമുക്കതൊന്നും വിശദമായിട്ട് നോക്കിയാലോ? തീർച്ചയായും. ഈ ലേഖനം തുടങ്ങുന്നത് തന്നെ ഫേസ്ബുക്കിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കുന്നവരെ ഉദ്ദേശിച്ചാണ്. അതെ അതെ. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ സാധാരണ പ്രൊഫൈലില്ലേ, അതിനെ ഒരു പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ പുതിയൊരു പേജ് തുടങ്ങുക. ഈ പ്രൊഫഷണൽ മോഡ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ടൂൾസ് ഒക്കെ കിട്ടും അല്ലേ? അനലിറ്റിക്സ്, മോണിറ്റൈസേഷൻ ഓപ്ഷൻസ് ഒക്കെ. അതെ, കൂടുതൽ ഫീച്ചറുകൾ കിട്ടും. അങ്ങനെ ഒരുക്കിയെടുത്താൽ പിന്നെ ഈ പറയുന്ന 7 വഴികളിലേക്ക് കടക്കാം. ശരി. അപ്പോൾ ആദ്യത്തെ വഴി അത് ഇൻസ്ട്രീം ആഡ്സ് ആണല്ലേ? നമ്മളിടുന്ന വീഡിയോസിന്റെ ഇടയ്ക്ക് വരുന്ന പരസ്യം. അതാണൊന്ന്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. ആളുകൾ നമ്മുടെ വീഡിയോ കുറച്ചു നേരം കാണണം. എന്നാലേ ആ പരസ്യം വരുള്ളൂ, അതിന്റെ പൈസ നമുക്ക് കിട്ടുള്ളൂ. ഓഹോ, അപ്പോൾ കണ്ടന്റ് പിടിച്ചിരുത്തുന്നതാവണം. വെറുതെ വീഡിയോ ഇട്ടാൽ മാത്രം പോരാ. അതെ, കണ്ടന്റിന്റെ ക്വാളിറ്റി, ആളുകളെ ആകർഷിക്കാനുള്ള കഴിവ്, അതൊക്കെ ഭയങ്കര പ്രധാനമാണ്. ഇല്ലെങ്കിൽ അവർ സ്ക്രോൾ ചെയ്തു പോവും, പരസ്യം കാണില്ല. ശരി. ഇനി അടുത്തത്, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിംഗ് ആണല്ലോ റീൽസ്, ആഡ്സ് ഓൺ റീൽസ്. അതിലും ഇതുപോലെ കാശ് കിട്ടും. റീൽസിലും പരസ്യം വരും. ചിലപ്പോൾ ഇൻസ്ട്രീം ആഡ്സിനേക്കാളും കുറവായിരിക്കും ഒരു പരസ്യത്തിനുള്ള വരുമാനം. കാരണം ദൈർഘ്യം കുറവാണല്ലോ. അത് ശരിയാ. പക്ഷേ റീൽസിനൊരു ഗുണം, പെട്ടെന്ന് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. വൈറലാകാൻ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു റീച്ച് കൂടുമ്പോൾ അതും ഒരു വരുമാനമാർഗവും. ഓക്കെ, അപ്പോൾ വീഡിയോ, റീൽസ്, ഇനി ലൈവ് പോകുമ്പോഴും ഇതുപോലെ പരസ്യം വരുമോ? ഇൻസ്ട്രീം ആഡ്സ് ഓൺ ലൈവ് വരും. ലൈവിലും പരസ്യം വരാം. പക്ഷേ ലൈവിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് ആളുകളുമായിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ആണല്ലോ. ശരിയാണ്. അപ്പോൾ കൂടുതൽ നേരം ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റിയാൽ ഈ രീതിയും ഗുണം ചെയ്യും. എന്നാലും ചിലപ്പോൾ ലൈവിന്റെ ഒരു ഫ്ലോയിന് ഈ പരസ്യം ബാധിക്കുമോ എന്നും നോക്കണം. ആ ഒരു ബാലൻസ് വേണോ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്. സ്റ്റാർസ്. അതെന്താണ് സംഭവം? സ്റ്റാർസ് എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോകളോ പോസ്റ്റോ ഇഷ്ടപ്പെടുന്നവർക്ക് ഫേസ്ബുക്കിൽ നിന്ന് പൈസ കൊടുത്ത് സ്റ്റാർസ് വാങ്ങി നമുക്ക് അയക്കാം. ചെറിയ ടിപ്പ് പോലെ. അതെ, ഒരുതരം ടിപ്പ്. ഇതൊരു വലിയ വരുമാനമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രേക്ഷകർ നേരിട്ട് തരുന്നൊരു സപ്പോർട്ടാണ്, അതൊരു പ്രോത്സാഹനവുമാണ്. ശരി. അടുത്തൊരെണ്ണം ഫേസ്ബുക്ക് തന്നെ തരുന്ന ബോണസ് പ്രോഗ്രാം. നമ്മുടെ പോസ്റ്റ് വൈറലായാൽ കിട്ടുന്നതാണോ? പക്ഷേ ഇതെപ്പോഴും കിട്ടണമെന്നില്ല. ഒരു സ്ഥിരം വരുമാനമായി കാണണ്ട. നിങ്ങളുടെ പോസ്റ്റിന്റെ പെർഫോമൻസ്, അന്നത്തെ ഫേസ്ബുക്കിന്റെ റൂൾസൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കിട്ടിയേക്കാം, ഒരു എക്സ്ട്രാ ബോണസ് പോലെ. ഓക്കെ, അതെപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇല്ല, അതിന് ചിലപ്പോൾ പ്രത്യേക ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. മനസ്സിലായി. ഇനി നല്ല ഫോളോവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമല്ലോ. കമ്പനികൾ നമ്മളെ സമീപിക്കുമോ? തീർച്ചയായും. അതാണ് ഒരു പ്രധാന വരുമാന മാർഗം. നല്ലൊരു ഫോളോവർ ബേസും ഇന്ററാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പല ബ്രാൻഡുകളും അവരുടെ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വരും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പേജിന്റെ ഒരു സ്വഭാവം ഉണ്ടാവല്ലോ. ആ കണ്ടന്റുമായി ഒത്തുപോകുന്ന, നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള പ്രോഡക്ട്സ് നോക്കി ചെയ്യുന്നതാണ് നല്ലത്. ആ ഒരു വിശ്വാസം കളയരുത്. ശരിയാണ്, ആധികാരികത പ്രധാനം. ഓക്കെ, ഇനി അവസാനത്തെ വഴി, അത് ആഡ്സൻസ് ആണ്. പക്ഷെ അത് ഫേസ്ബുക്കിൽ നിന്നല്ലല്ലോ. അല്ല, അത് നേരിട്ട് ഫേസ്ബുക്കിൽ നിന്നല്ല. നിങ്ങൾക്ക് സ്വന്തമായൊരു വെബ്സൈറ്റോ ബ്ലോഗോ ഉണ്ടെന്ന് കരുതുക. അതിൽ ഗൂഗിൾ ആഡ്സൻസ് പോലുള്ള പരസ്യങ്ങൾ വെച്ച് വരുമാനം നേടാം. ആ സൈറ്റിലേക്കുള്ള ലിങ്ക് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകും. ഓക്കെ, ഫേസ്ബുക്ക് ഒരു ട്രാഫിക് സോഴ്സ് ആവുന്നു. അതെ, ഫേസ്ബുക്ക് ഉപയോഗിച്ച് നമ്മുടെ വെബ്സൈറ്റിലെ ട്രാഫിക് കൂട്ടി അതുവഴി ആഡ്സൻസ് വരുമാനം കൂട്ടുന്നു. അതാണ് 7ാമത്തെ വഴി. അപ്പോ ഇൻസ്ട്രീം ആഡ്സ്, റീൽസിലെ ആഡ്സ്, ലൈവിലെ ആഡ്സ്, പിന്നെ ഈ സ്റ്റാർസ്, ബോണസ്, പെയ്ഡ് പ്രൊമോഷൻ, അത് കഴിഞ്ഞ് വെബ്സൈറ്റ് വഴി ആഡ്സൻസ്, അങ്ങനെ 7 വഴികൾ. അതെ, പക്ഷെ ഒന്നുണ്ട്, ഇതിനെല്ലാം ഫേസ്ബുക്സിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടാകും. കുറഞ്ഞത് ഇത്ര ഫോളോവേഴ്സ്, ഇത്ര വാച്ച് ടൈം, അങ്ങനെയൊക്കെ. അതൊരു പ്രധാന പോയിന്റാണ്. വെറുതെ ഒരു പേജ് തുടങ്ങിയാലോ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയാലോ ഉടനെ വരുമാനം കിട്ടില്ല. നല്ല കണ്ടന്റ് സ്ഥിരമായി ഉണ്ടാക്കണം, ആളുകളുമായി എൻഗേജ് ചെയ്യണം, നല്ല പരിശ്രമം വേണം. തീർച്ചയായും, സ്ഥിരതയും നല്ല ഉള്ളടക്കവുമാണ് പ്രധാനം. അപ്പോൾ കേട്ടല്ലോ ഈ 7 വഴികൾ. നിങ്ങൾക്കിതിൽ ഏതാണ് കൂടുതൽ താൽപ്പര്യം തോന്നിയത്? സ്വന്തം കഴിവിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഒരെണ്ണം തിരഞ്ഞെടുത്ത് നോക്കുന്നത് ഒരുപക്ഷേ നല്ലൊരു തുടക്കമായേക്കാം.